നമസ്കാരം. വീണയും റിയാസും അറസ്റ്റിലാകും, പിണറായിക്ക് വരികയാണ് കണ്ണീരോണം. അതിനിർണായക തെളിവുകൾ കിട്ടി, റിയാസിന് CPM ബിനാമികൾ എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ ഇതാ പുറത്തു വരികയാണ്. CPMനും സഖാക്കൾക്കും ഇത് കണ്ണീരോണം. പിണറായി വിജയന്റെ മകളും മരുമകനും ജയിലിൽ ഓണം ഉണ്ണുമോ എന്നാണ് അറിയേണ്ടത്. അറസ്റ്റ് ഓണം കഴിയും വരെ മുന്നോട്ടു പോകാൻ സാധ്യതകൾ ഒന്നും തന്നെയില്ല. മാസപ്പടി കേസിൽ വീണ വിജയൻ മാത്രമല്ല, ഭർത്താവ് മുഹമ്മദ് റിയാസും ബിനാമികളായ ഒരു നിര DYFI നേതാക്കളും ഉടൻ തന്നെ അറസ്റ്റിലാകും. 8 ഇടങ്ങളിൽ ഇന്നലെ നടന്നുവരുന്ന ED റെയ്ഡ് അറസ്റ്റിനുള്ള തെളിവുകൾ ലഭിക്കുന്നതോടുകൂടി വീണയും റിയാസും കുരുക്കിലാകും. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം നിഖിലിന്റെ അപ്പാർട്ട്മെന്റിലും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടന്നത്. കോഴിക്കോട് അടക്കം 8 ഇടങ്ങളിൽ EDയുടെ പരിശോധന തുടരുകയാണ്. മുഹമ്മദ് റിയാസ് MLAയുടെ അടുത്ത സുഹൃത്ത് നന്ദുലാലിന്റെ അപ്പാർട്ട്മെന്റിലും ED റെയ്ഡ് നടത്തി. 3ാം തവണയാണ് ED വ്യാപക പരിശോധന നടത്തുന്നത്. ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് ഇന്നലെ കോഴിക്കോട് പരിശോധന നടത്തിയത്. മാസപ്പടി കേസിലെ അന്വേഷണം മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്കും വ്യാപിക്കുകയാണ് എന്ന് മാത്രമല്ല, വൻ ഡീലുകളുടെ തെളിവുകളും പുറത്തുവരികയാണ്. DPC ഡെസ്റ്റിനേഷൻ കോർഡിനേറ്റർ നന്ദുലാൽ, CPM സെക്രട്ടേറിയറ്റ് അംഗവും സൊലൈസ് കമ്പനി ഉടമയുമായ നിഖിൽ, ഷൈജൽ, ഫൈജാസ് എന്നിവരുടെ വീടുകളിലും ED പരിശോധന നടത്തി വരികയാണ്. ഇതിന് പുറമെ വിവിധ സ്ഥാപനങ്ങളിലും വ്യാപകമായി റെയ്ഡ് നടന്നു വരികയാണ്. എക്സാലോജിക്കിൽ നിന്ന് പണം പുറത്തേക്ക് പോയതിനാൽ അന്വേഷണം നടക്കുന്നുണ്ട്. നിഖിൽ DYFI മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. നിലവിൽ ബിസിനസ് ചെയ്തു വരികയാണ്. സോലൈസ് എന്ന കമ്പനിയുടെ ഉടമയാണ് നിഖിൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ ഡയറിയിൽ നിന്നാണ് നിഖിലിന്റെ വിവരങ്ങൾ EDക്ക് ലഭിച്ചത്. നിഖിലിന് പുറമെ മറ്റ് 3 പേരുടെ വിവരങ്ങളും ഡയറിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇവർ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളാണെന്നാണ് വീണ നൽകിയ മൊഴി. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ വീടുകളിൽ ED പരിശോധന നടത്തുന്നത്. നിഖിലിന്റെ ഫറോക്ക് കരുവൻ തുരുത്തിലെ വീട്ടിലും ED പരിശോധന നടത്തുന്നുണ്ട്. റിയാസിന്റെയും വീണയുടെയും നിക്ഷേപങ്ങൾ ഇവരുടെ പേരിലും അക്കൗണ്ടിലുമായിരുന്നു എന്ന സൂചനയിലാണ് മിന്നൽ പരിശോധന നടന്നത്. വീണയ്ക്ക് എതിരായ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഓണത്തിന് മുൻപ് അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. വീണയുടെ മാസപ്പടി കേസിൽ അറസ്റ്റ് ഉണ്ടായാൽ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും രാജിവെക്കേണ്ടി വരും. വീണയുടെ ഉഡായിപ്പും കമ്പനിയും കരിമണൽ കമ്പനിയും തമ്മിൽ നടന്ന 1.72 കോടി രൂപയുടെ തട്ടിപ്പ് കോഴ ഇടപാടുകളുടെ രേഖകൾ EDയുടെ കൈവശമുണ്ട്. വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപകനുമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRL നൽകാത്ത സേവനത്തിന് 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതുകൂടാതെ വായ്പ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMRL പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണം നേരിടുന്നത്. നൽകാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമോ എന്ന് അറസ്റ്റ് ഒഴിവാക്കാൻ വീണ വിജയൻ ഒളിവിൽ പോകുമോ എന്നതിൽ കേന്ദ്ര ഏജൻസികൾ ജാഗ്രത പുലർത്തുകയാണ്. വിദേശത്തേക്ക് പോകാനുള്ള നീക്കം തടയാൻ വിമാനത്താവളങ്ങളിലും നിരീക്ഷണങ്ങളുണ്ട്. വീണ ഉൾപ്പെടുന്ന കേസിൽ അടിയന്തരമായി ഇടപെടാനുള്ള ഒരുക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിചേർത്ത സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ ധാരണയായതും വീണയ്ക്ക് കുരുക്കായി മാറുന്നു. ഇനിയുള്ള ഏതു നിമിഷവും വീണ അകത്ത് പോകും. അമേരിക്കയിലും ദുബായിലും പിണറായി കുടുംബത്തിന് വൻ ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടെന്ന ആരോപണം മുൻപ് തന്നെ ശക്തമാണ്. വീണ അറസ്റ്റിലായാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിൽ പാർട്ടി ആലോചന തുടങ്ങിക്കഴിഞ്ഞു. കേസിൽ പിണറായിക്കും പാർട്ടിക്കും പങ്കില്ലെന്ന നിലപാട് ഉയർത്തി പിണറായിയെ രാജിയിൽ നിന്ന് രക്ഷിക്കാനുള്ള നീക്കത്തിലാണ് CPM. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ എന്തു മറുപടി പറയണമെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായത്. കരിമണൽ കമ്പനിയിൽ നിന്ന് കോഴ കിട്ടി എന്ന് സമ്മതിച്ചാൽ തന്നെ തുക വിദേശങ്ങളിൽ നിന്ന് വിനിയോഗിച്ചതിന്റെ വിശദീകരണം പാർട്ടി നൽകേണ്ടി വരും. ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും ഇതിനുശേഷം നടന്ന ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും 1.72 കോടി രൂപ വീണയും കമ്പനിയും സേവനം നൽകാതെ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ. വീണയ്ക്കും കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം ഇത്തരത്തിൽ പണം നൽകിയതടക്കം സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL 197.7 കോടിയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച തെളിവുകളും അന്വേഷണ ഏജൻസികളുടെ കൈവശമുണ്ട്. കരിമണൽ കമ്പനിക്ക് എന്തു സേവനമാണ് വീണ വിജയനും അവരുടെ കമ്പനിയും ചെയ്തു കൊടുത്തത് എന്നതിൽ വ്യക്തമായ ഉത്തരം വീണയ്ക്കും പാർട്ടിക്കും പിണറായി വിജയനും നൽകാനാകുന്നില്ല. പണം പറ്റിയെങ്കിലും സേവനം കൊടുത്തെന്നും നികുതി അടച്ചാണ് പണം പറ്റിയത് എന്നുമുള്ള അഴകുഴമ്പൻ മറുപടിയാണ് പിണറായിയും ഗോവിന്ദനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. CMRL മാനേജർ ഡയറക്ടർ ശശിധരൻ കർത്ത, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണ തുടങ്ങി 13 പേരെ പ്രതി ചേർത്താണ്
SFIO കുറ്റപത്രം സമർപ്പിച്ചത്. ചെളി നീക്കം, അനുബന്ധ ഗതാഗത ചെലവുകളും എന്ന വ്യാജ കണക്കുണ്ടാക്കി 182 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ഉൾപ്പെടെയാണ് ശശിധരൻ കർത്തയെ പ്രതി ചേർത്തത്. വീണ വിജയന് 5 വർഷം മുതൽ 8 വർഷം വരെ തടവും ശിക്ഷയും പിഴയും ലഭിക്കുമെന്ന് തീർച്ചയാണ് എന്ന് വ്യക്തമാവുകയാണ് ഈ ഘട്ടത്തിൽ.